പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗമാണ്. ഇലകൾ ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ, മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുരുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. ശ്രീ ജി കുമാരപിള്ളയുടെ വനപർവം എന്ന കൃതിയിലെ വരികൾ. ഇനി കവിതയുടെ ആശയം നോക്കാം. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാറായ മരക്കൊമ്പ് കാണുകെ, മഴക്കാർ ആകാശത്ത് രൂപം കൊള്ളുകയും മഴത്തുള്ളിയായി താഴേക്ക് വീഴുകയും ചെയ്തു. ആ മഴത്തുള്ളി മരച്ചോട്ടിൽ എവിടെയോ തൊട്ടു. മഴത്തുള്ളി തൊട്ട സമയം തന്നെ ഇന്ദ്രജാലം പോലെ മരത്തിൽ തരിപ്പും തുടിപ്പും ഉണ്ടായി. ഉണങ്ങി വീഴാറായ മരത്തിൻ്റെ കൊമ്പുതോറും നിറയെ തളിരിലകൾ വന്നു. പ്രവേശകത്തിൽ നൽകിയിരിക്കുന്ന ചോദ്യം നോക്കൂ. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണങ്ങി വീഴാറായ മരത്തിൻ്റെ ചില്ലകളിൽ എല്ലായിടവും തളിരിലകൾ മുളച്ചു വന്നു. കവിതയിലെ ആശയം തന്നെയാണ് ചിത്രത്തിലും കാണുന്നത്. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വച്ചിട്ടുള്ളത്! ചെറുതും വലുതുമായ ആയിരമായിരം അദ്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അദ്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിലൊരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കാറ്റ് വീശുമ്പോൾ തിരയിടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൽ. ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. കുറിഞ്ഞിത്തേൻ നുകർന്നു നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ. കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിലെല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞു ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. പക്ഷേ നാം അറിയാത്തതിനാലാണ്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി. ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി. നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്നു മാത്രം എനിക്കറിയാം. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല. തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ.
സുഗതകുമാരി ടീച്ചറിൻ്റെ മുൻമൊഴി എന്ന ലേഖനത്തിൽ നിന്നുള്ള ഭാഗം. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കാൻ കണ്ടെത്താം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടലായി മാറുന്നു. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ പൂക്കൾ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ആയിരം ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ മട്ടിലുള്ള മൂളൽ അതിന് സംഗീതമാകുന്നു. ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങൾ അതിന് താളമാകുന്നു. ഇളം കാറ്റ് തഴുകുന്നു. വനദേവതകളോ ചെറുചോലകളോ മധുരസ്വരത്തിൽ ചിരിക്കുന്നു. എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? കുറിഞ്ഞിപ്പൂക്കളിലെ തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു. അവയുടെ നീലക്കറുപ്പ് നിറത്തിലുള്ള ശരീരത്തിൽ മഞ്ഞപ്പൂമ്പൊടി പുരണ്ടിരിക്കുന്നു. വിവരിക്കാൻ കഴിയാത്തത്ര വശ്യമായ സുഗന്ധം കാറ്റിൽ പരക്കുന്നു. മൂന്നാറിലെ മലനിരകളിൽ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് തോന്നി. ഇതെല്ലാം കണ്ടപ്പോഴാണ് അവർ എല്ലാം മറന്നു നിന്നുപോയത്. കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? കുറിഞ്ഞിച്ചെടികൾ പൂത്തുകഴിഞ്ഞാൽ പിന്നെ ചെടികൾ ഉണങ്ങി നിൽക്കും. പിന്നെ 12 കൊല്ലം കഴിഞ്ഞ് മാത്രമേ ചെടികൾ വളർന്നു പൂക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത്. ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, മറിച്ച് പ്രകൃതിയെ പൂജിക്കുന്നവർക്കും തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും പ്രാണികൾക്കും വേണ്ടിയാണ് ഈ മനോഹാരിത. ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. നിഷ്കളങ്കരായ കുട്ടികൾക്കും ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് സുഗതകുമാരി ആശംസിക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കാം. ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങളവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? നിറയെ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന മലനിരകൾ നോക്കി ഏറെ നേരം നിൽക്കണം. പൂന്തേനുണ്ണാൻ വരുന്ന ചിത്രശലഭങ്ങളെയും ചെറുകിളികളെയും വണ്ടുകളെയും കാണണം. അവിടമാകെ പരക്കുന്ന പൂമണം നുകരണം. പൂക്കളിൽ തട്ടിവരുന്ന ഇളം കാറ്റേറ്റ് കൂട്ടുകാരോടൊപ്പം മലഞ്ചെരുവിലൂടെ നടക്കണം. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും വരയാടുകളും വെള്ളച്ചാട്ടങ്ങളും മൂടൽമഞ്ഞുമുള്ള പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കണം. പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ എത്തിയവരെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം പൂക്കളും ഇലകളുമില്ലാതെ ഉണങ്ങി നിൽക്കുന്നു. ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ മലഞ്ചെരുവുകൾ ശൂന്യമാകുന്നു. അവിടമാകെ നിശ്ചലവും നിശബ്ദവുമാകുന്നു. പക്ഷേ നാം അറിയാതെ പൂക്കളെല്ലാം വിത്ത് മണ്ണിലെറിഞ്ഞിട്ടുണ്ടാവും. 12 കൊല്ലത്തെ നീണ്ട തപസ്സിലേക്ക് കുറിഞ്ഞിച്ചെടികൾ പ്രവേശിക്കും. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രകൃതിയെ നാം നശിപ്പിക്കരുത്. പ്രകൃതിയെ അതിൻ്റെ തനിമയോടെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണം. ജീവന്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളും അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന മനോഹാരിത നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ. അടുത്ത പ്രവർത്തനം നോക്കാം. ചേർത്തു വയ്ക്കുമ്പോൾ. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നീലിച്ചു കറുത്ത വണ്ടിൻ്റെ പുറത്ത് മഞ്ഞപ്പൂമ്പൊടി പുരണ്ട് അവ കുറിഞ്ഞിപ്പൂവിൽ ഉറങ്ങുമ്പോൾ അത് കാഴ്ചക്കാരനിൽ ഉണ്ടാക്കുന്ന അനുഭവം വിവരിക്കാൻ കഴിയാത്തതാണ്. വായനക്കാരനിലും ആ അനുഭവം ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള വിശേഷണ പ്രയോഗങ്ങളിലൂടെ കഴിയുന്നു. ഇപ്രകാരമുള്ള വിശേഷണ പദപ്രയോഗങ്ങൾ എഴുത്തിന് സവിശേഷത നൽകുന്നു. ഭാഷാപ്രയോഗത്തിൽ വിശേഷണ പദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിശേഷിപ്പിക്കപ്പെടുന്നതിൻ്റെ, അതായത് വിശേഷ്യത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയാൻ വിശേഷണ പദങ്ങൾ ഉപയോഗിക്കുന്നു. വിശേഷണം അഥവാ ഭേദകത്തിന് 3 വിഭാഗങ്ങളുണ്ട്: നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം. അടുത്ത പ്രവർത്തനം നോക്കാം. പുഷ്പോത്സവം സംഘടിപ്പിക്കാം. തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം. തിരുവനന്തപുരം. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും. കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ 21 മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. വെള്ളയമ്പലം,
കവടിയാർ, ശാസ്തമംഗലം, വഴുതക്കാട്, സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശത്തും പൂച്ചെടികളും അലങ്കാരച്ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും PMG വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും. പുലർച്ചെ 1 മണിവരെ വസന്തോത്സവം നീളും. കനകക്കുന്നിലും സൂര്യകാന്തി, നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലങ്കൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാവും. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക. ഈ ഭൂമിയിൽ എത്രയോ മനോഹരമായ കാഴ്ചകളാണുള്ളത്. തീർച്ചയായും ഇതെല്ലാവരും കാണേണ്ടതുമാണ്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും യാത്രകൾ നടത്തി വിസ്മയക്കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ സർക്കാർ തലത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ശാരീരികമായും മാനസികമായും ഉന്മേഷം നൽകാൻ ഇത്തരം പരിപാടികൾക്ക് കഴിയും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ പുഷ്പോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അടുത്ത പ്രവർത്തനം നോക്കാം. നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. എങ്ങനെ നമുക്കൊരു പുഷ്പോത്സവം സംഘടിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യമായി അത് കൃത്യമായി പ്ലാൻ ചെയ്യണം. അതിനുശേഷം ആ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പോസ്റ്ററോ നോട്ടീസോ തയ്യാറാക്കണം. പിന്നീട് നമ്മൾ സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. പൂക്കളുള്ള ചെടികൾ എത്തിക്കണം. അത് ചിട്ടയായി ക്രമീകരിക്കണം. അതായത് പൂക്കളെ തരം തിരിച്ച് അടുക്കി വയ്ക്കണം. ഇതിന് നമുക്ക് പ്രദേശത്തെ ക്ലബ്ബുകൾക്കോ കൂട്ടായ്മകൾക്കോ പങ്കാളിത്തം നൽകാം. പുഷ്പോത്സവം സംഘടിപ്പിക്കാൻ ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായി വരുന്നത്? എഴുതി ചേർക്കൂ. ഇനി നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക. മാതൃകയായി പത്രവാർത്ത നൽകുന്നുണ്ട്. നിങ്ങൾ ദിവസവും പത്രം വായിക്കുകയും സ്വയം പത്രവാർത്ത തയ്യാറാക്കുകയും ചെയ്യുക. പൂന്തോട്ടമായി സ്കൂൾ മുറ്റം. കൊല്ലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ പുഷ്പ പ്രദർശനം നടത്തി. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുക, ഭൂമിയിലെ വിസ്മയ കാഴ്ചകളിൽ ആഭിമുഖ്യം വളർത്തുക എന്നിവയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി കമല മേനോൻ ഉദ്ഘാടനം നടത്തിയ പരിപാടിയിൽ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾ പൂക്കളെത്തിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. റോസ്, സൺഫ്ലവർ, ഡാലിയ തുടങ്ങിയ പൂക്കൾ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുട്ടികളുടെ അവതരണവും മികച്ചതായിരുന്നു. പദപരിചയം. അനിർവചനീയം, നിർവചിക്കാനാവാത്തത്, അതായത് വിവരിക്കാനാവാത്തത്. നിറഞ്ഞുലാവുന്നു, നിറഞ്ഞൊഴുകുന്നു. പന്തീരാണ്ട്, 12 വർഷം. മനോജ്ഞം, മനോഹരം. മന്ത്രസ്ഥായി, പതിഞ്ഞ സ്വരത്തിലുള്ള. ലാവണ്യം, സൗന്ദര്യം. പദം പിരിക്കാം. പൂത്തുലയുന്നു, പൂത്ത് അധികം ഉലയുന്നു. മതിയാവാത്ത, മതി അധികം ആവാത്ത. ആയിരം ആയിരം, ആയിരം അധികം ആയിരം. താളമുണ്ട്, താളം അധികം ഉണ്ട്. കുറിഞ്ഞിച്ചെടി, കുറിഞ്ഞി അധികം ചെടി. പറന്നകലുന്നു, പറന്ന് അധികം അകലുന്നു. പുറത്തേക്കിറങ്ങി, പുറത്തേക്ക് അധികം ഇറങ്ങി. പര്യായ പദങ്ങൾ നോക്കാം. വണ്ട്, അളി, മധുപം, ഭൃംഗം, ഭ്രമരം. ചിറക്, പക്ഷം, പദത്രം, ഛദം, തനൂരുഹം. തേനീച്ച, സരഖ, മധുമക്ഷിക. മണ്ണ്, മൃത്തിക, മൃത്ത്. സുഗതകുമാരി ടീച്ചറെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി വിശദമായ ഒരു ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയും ആയിരുന്നു. ജനനം 1934 ജനുവരി 22. മരണം 2020 ഡിസംബർ 23. പിതാവ് ബോധേശ്വരൻ, മാതാവ് PK കാർത്യായനി അമ്മ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. പ്രകൃതി സംരക്ഷണ സമിതി, അഭയ എന്നിവയുടെ സ്ഥാപക സെക്രട്ടറി. പ്രധാന കൃതികൾ: അമ്പലമണി, രാത്രിമഴ, മണലെഴുത്ത്. പ്രധാന അവാർഡുകൾ:
എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ, പത്മശ്രീ, വള്ളത്തോൾ പുരസ്കാരം.